ഇവിടെ ചാരിയിരുന്നു. ഞാനാ മേഘ സാറിനെ ഒന്ന് വിളിക്കട്ടെ. ആ പറടാ. ഞാനവനെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ കണ്ടു സാറേ, തീർക്കേണ്ടവനെയും അവന്റെ ഭാര്യയും. അബദ്ധമൊന്നും കാണിക്കരുത്. കൊല്ലാൻ തിടുക്കവും കാണിക്കണ്ട. സമയവും സന്ദർഭവും ഒത്തുവരുമ്പോ ഇരു ചെവി അറിയാതെ നീ നിന്റെ കർമ്മം ചെയ്താൽ മതി. അത് ഞാൻ ഏറ്റു സാറേ. സാറ് ധൈര്യമായിട്ടിരുന്നോ. ഉടൻ തന്നെ ഇതുപോലൊരു വിളി വരും. സാറ് കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യം പറയാൻ. ഓക്കെടാ. ശരി സാറേ. ഇതൊക്കെ നിസ്സാരമല്ലടോ. നമ്മൾ നല്ല ആരോഗ്യമുള്ളവന്മാരൊക്കെ ഒന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു. പിന്നെയല്ലേ വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തൻ. ഇന്നോ നാളെയോ അതിനപ്പുറം പോകേണ്ടി വരത്തില്ല. നമുക്ക് കാര്യം സാധിച്ചിട്ട് ഉള്ള പണവും വാങ്ങിച്ചിട്ട് മുങ്ങാം. കുറച്ചു നാള് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാം. എന്റെ മറിച്ചെടുക്കണായിരുന്നോ? അല്ല, നീ അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ നിന്നെ ഇങ്ങോട്ടൊന്ന് കാണാന്ന് കരുതി. മോനോ? ആ അപ്പച്ചി. എന്റെ മോനെ, ഒരുത്തൻ ചികിത്സക്കായിട്ട് പോയിട്ടുണ്ട്. ഇനി അവൻ നടന്നായിരിക്കുമോ തിരിച്ചു വരുന്നതെന്ന് അറിയില്ല. അപ്പച്ചി നടന്നായിരിക്കില്ല, അവൻ കിടന്നായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പച്ചി ഇങ്ങനെ മിഴിച്ചൊന്നും നോക്കണ്ട. കുറെ അബദ്ധങ്ങൾ പറ്റി. ഇനി അതൊന്നും പറ്റില്ല. അവന്റെ കാര്യങ്ങൾ വിട്. എന്നിട്ടേ ഈ സാമ്പിൾ കത്തുന്നു നോക്കിയേ. കല്യാണക്കത്തൊക്കെ തയ്യാറാക്കിയോ? പിന്നെ തയ്യാറാക്കാതെ. മിഥുനത്തിൽ നടത്താൻ തീരുമാനിച്ച കല്യാണം അന്ന് തന്നെ നടത്തും. ഒരു കാരണവശാലും ഇനി മാറ്റിവെക്കാൻ പറ്റില്ല പച്ചി. എടാ, അത് തന്നെയാ എന്റെ ആഗ്രഹം. വാമേടിനും ഞാനും തമ്മിൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. കണ്ണൻ സഹായിക്കുന്ന കാത്തിരുന്നാലേ ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ചിലപ്പം ഞങ്ങളെ തമ്മിൽ കണ്ണൻ വേർപിരിക്കുകയും ചെയ്യും. അതുപോലെ അവനൊരു ഉപദേശിക്കുന്നത്. കല്യാണത്തിന് കണ്ണൻ പങ്കെടുത്തില്ലെങ്കിലും ആ സമയത്ത് അവന്റെ മനസ്സ് മാറുമെന്നാ എന്റെ വിശ്വാസം. അവന്റെ സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പച്ചിക്ക് വിശ്വാസം അതാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല അപ്പച്ചി. മഹാലക്ഷ്മി കണ്ണന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഇനി കണ്ണന്റെ കയ്യിൽ നിന്ന് കാലണ്ണയുടെ സഹായം പ്രതീക്ഷിക്കണ്ട. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. രാജകുമാരിയെ പോലെയാ കരുണയുടെ അച്ഛൻ കരുണയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ ആ കൊച്ച് അതിന്റെ വീട്ടിലും അവളെ സേവിക്കാൻ എത്തിയവള് ഈ വീട്ടിലും. അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് മഹാലക്ഷ്മിയെ വലിച്ചു കീറാൻ തോന്നുവാ. ഉണ്ണിമോളുണ്ടോ? ഉണ്ട്. എങ്ങനെയെങ്കിലും കരുണയെ തിരികെ വിളിച്ചുകൊണ്ടുവരാൻ പറയണം. വീടിനകത്തുള്ളവരെ തമ്മിൽ തല്ലിപ്പിക്കേണ്ടത് മഹാലക്ഷ്മിയുടെ ആവശ്യമാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. കണ്ണനെ കണ്ടിട്ടാണല്ലോ അവളിങ്ങനെ കിടന്ന് ചാടുന്നത്. ആ ചാട്ടം ഉടനെ അവസാനിക്കും അപ്പച്ചി. വീൽ ചെയറിലിരുന്ന് കാലം കഴിക്കേണ്ടവൻ ഒരു കല്യാണം കഴിച്ചു. അത് അവന്റെ ആയുസ് എടുക്കാനുള്ള കല്യാണമാണ്. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഈ വീട്ടിൽ മറ്റൊരു ചടങ്ങ് നടക്കും.
നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്ന ഒരു ചടങ്ങ്. ദാ. ഞാൻ പറഞ്ഞില്ലേ മോളെ, മേഘൻ കണ്ണനെ മഹാലക്ഷ്മിയായിട്ട് ഈ വീട്ടില് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. അയാള് ജീവിക്കരുത്. കുടുംബത്തിലുള്ളവരെ തള്ളി പറയുന്ന ആള് ഇനി ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല.